ഓക്കെ, നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാനും ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊമോട്ടിംഗ് products, services or brands using digital platforms and the internet. മനസ്സിലായല്ലോ? അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും ഇന്റർനെറ്റും യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റോ സർവീസസിനെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ്. പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, നമ്മുടെ പ്രോഡക്റ്റിനെ മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് നമ്മുടെ പ്രോഡക്റ്റിനെ, സർവീസസിനെ, ബ്രാൻഡ്സിനെ ഒക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഇൻവോൾവ് ഡിഫറെന്റ് ഓൺലൈൻ സ്ട്രാറ്റജീസ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രാറ്റജികൾ യൂസ് ചെയ്യും, ഓൺലൈനായിട്ട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും. അപ്പൊ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യും? SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് പറഞ്ഞുതരും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യും. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റോ സർവീസിനെ അഡ്വർടൈസ്മെന്റ് ചെയ്യുക. അത് എവിടെ? ഓൺലൈനിൽ, ഇന്റർനെറ്റില്. ഓക്കെ ആണല്ലോ? അത് നമുക്ക് SEO, സോഷ്യൽ മീഡിയ, ഇമെയിൽ വഴി, അതുപോലെ പെയ്ഡ് ആഡ്സ്, പേയ്മെന്റ് കൊടുത്തിട്ട് അഡ്വർടൈസ്മെന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിലേക്ക്, ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ബ്യൂട്ടി പാർലറിന്റെ ആഡാണ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പൊ ബ്യൂട്ടി പാർലറിന്റെ ആഡിന് 18 to 35 വയസ്സ് വരെയുള്ള ലേഡീസ് കണ്ടാൽ മതി എന്റെ അഡ്വർടൈസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്തിട്ട്, ഈ 18 to 35 വയസ്സ് വരെയുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആഡ് ഇടാൻ വേണ്ടി പറ്റും. അപ്പൊ അതേസമയം ബ്യൂട്ടി പാർലർ ആഡിന് 18 to 65 എന്നുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, ഇങ്ങനെ ഇത്രയും ഏജും ലൊക്കേഷൻ, അതുപോലെ ഏത് ലൊക്കേഷനിലുള്ളവരാണ് നമ്മുടെ അഡ്വർടൈസ്മെന്റ് കാണേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അവർ ഏതൊക്കെ തലത്തിൽ, ഏതൊക്കെ ഇൻട്രസ്റ്റ്, അതായത് നമ്മൾ ഗൂഗിളില് എന്താ പറയാ, ഏതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ഇപ്പൊ ഒരു ലാപ്ടോപ്പ് സർവീസ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മാത്രമേ ഈ ലാപ്ടോപ്പ് സർവീസ് എന്നുള്ള ആഡ് അവരുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നോട്ടീസ്, അതുപോലെ പുറത്തു കൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന ബാനറുകള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഈസ് എ മാർക്കറ്റിംഗ് മെത്തേഡ് that uses offline channels such as ന്യൂസ്പേപ്പറിൽ വരുന്ന അഡ്വർടൈസ്മെന്റ്, TV-യിൽ വരുന്ന അഡ്വർടൈസ്മെന്റ്, റേഡിയോയിലെ ഓരോ ഇന്ന പോഡ്കാസ്റ്റ് പരസ്യങ്ങളൊക്കെ കേൾക്കാറില്ലേ നമ്മള്? ആ റേഡിയോയിൽ വരുന്ന പരസ്യങ്ങള്, ബാനേഴ്സ്, പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ നടന്നു പോകുമ്പോഴോ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓരോ പോസ്റ്റേഴ്സ് ഒക്കെ കാണാറുണ്ട് അല്ലെ? അവരൊക്കെ അവരുടെ പ്രോഡക്റ്റോ സർവീസസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് എന്ത്? ട്രഡീഷണൽ മാർക്കറ്റിംഗും. ഓക്കെ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നോക്കൂ, മാർക്കറ്റിംഗ് മെത്തേഡ് ദാറ്റ് യൂസസ് ഓഫ്ലൈൻ ചാനൽസ് സച്ച് ആസ് ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ ആൻഡ് ബാനേഴ്സ്, പോസ്റ്റേഴ്സ് ടു പ്രൊമോട്ട് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. ഇറ്റ് ഹെൽപ്പ് റീച്ച് എ മാസ് ഓഡിയൻസ്. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നോർമലി ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ? ഇത് ഓഫ്ലൈൻ ആണ്. ഇപ്പൊ ന്യൂസ് പേപ്പർ ഒക്കെ കണ്ടിട്ട് എത്രത്തോളം നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലെ ആഡ് കണ്ടിട്ട് എത്രത്തോളം ആ ഒരു പ്രോഡക്റ്റ് ആൾക്കാർ വാങ്ങിക്കുന്നുള്ളതൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമുക്ക് ഓഫ്ലൈൻ ആണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ ഡ്രോബാക്സ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓഫ്ലൈൻ ആണ്. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് സ്പെൻഡ് ആവും. നമ്മളൊരു ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് ഇടാൻ തന്നെ ഏകദേശം 3000, 4000, 5000 രൂപ ഒരു ആഡിന് തന്നെ എന്താവും, അത്രയും എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേസമയം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നോക്കൂ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഓൺലൈൻ ത്രൂ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈൻ ത്രൂ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ്
ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ കോസ്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണെങ്കിലോ നമുക്ക് ഒരു 100 രൂപയ്ക്ക് പോലും നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പറ്റും. മനസ്സിലായല്ലോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ എന്താ പറയാ, ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമുക്ക് 1 വേ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ ആഡ് കൊടുക്കുകയാണ്. അപ്പൊ ഈ ആഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ആഡ് കൊടുത്തു, അത് ഇട്ടിട്ട് പോയി. നമ്മൾ ആരിലേക്കൊക്കെ എത്തി, ആരൊക്കെ നമ്മുടെ ന്യൂസ് പേപ്പറിലെ പരസ്യം കണ്ടിട്ട് ആരൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് സെയിലായി എന്നുള്ള ഒരു കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതേസമയം 2 വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ എവിടെ വേണമെങ്കിലും നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. കാരണം നമ്മൾ ഒരു ആഡ് ഇടുന്നു, ആ ആഡ് ഇട്ടിട്ട് അത് എത്ര പേര് കണ്ടു, അത് എന്താ പറയാ, ആ ആഡിൽ എത്ര പേര് വാട്സപ്പ് ത്രൂ ക്ലിക്ക് ചെയ്തു, അതുപോലെ എത്ര എൻക്വയറീസ് ഉണ്ടായി, എത്ര പേര് നമുക്ക് പ്രോഡക്റ്റ് സെല്ലായി എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നോക്കൂ, ഡിഫിക്കൽട്ട് ടു ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ത് ട്രാക്ക് ചെയ്യാൻ? നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്തു, നമ്മൾ വെറുതെ ഒരു പരസ്യം, അവർക്ക് പത്രത്തിൽ പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കമ്പനിക്കാർക്ക് കുറച്ച് പൈസ കൊടുക്കുന്നു, അവരൊരു പേപ്പറിൽ പരസ്യം ഇടുന്നു, ആരൊക്കെ കണ്ടു ആരൊക്കെ കണ്ടില്ല, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ എന്തൊക്കെ സെല്ലായി എന്നുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണെങ്കിൽ അതിന് കുറെ ടൂൾസും പ്ലഗിൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ട്രാക്ക് ചെയ്യാനും മെഷർ ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ അതേപോലെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നോക്കൂ, മാസ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തും. ഇപ്പൊ നമ്മൾ ബ്യൂട്ടി പാർലറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയാ, ബ്യൂട്ടി പാർലറിൽ 18 to 35 വയസ്സ് വരെയുള്ളവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് ഇന്ന ആൾക്കാരെ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു ബ്യൂട്ടി പാർലറിന്റെ ആഡ് ഞാൻ പേപ്പറിൽ ഇടുകയാണെങ്കിൽ നമുക്ക് 35 വയസ്സ് വരെയുള്ള ആൾക്കാർ കണ്ടാൽ മതി പറഞ്ഞാൽ പറ്റുമോ? ഒരു വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ ആ അത്ര ആൾക്കാർ, ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടോ അവരൊക്കെ നമ്മുടെ അഡ്വർടൈസ്മെന്റ് കാണും. അതിനെയാണ് മാസ് ഓഡിയൻസ് എന്ന് പറയുക. കിട്ടിയോ? മനസ്സിലായോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുമ്പോൾ സൈഡായിട്ടൊരു ഇൻകം എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിച്ചു. ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് നോക്കാൻ വെച്ചിട്ട് അല്ലേ? ഫ്രീലാൻസ് ആയിട്ട് എങ്ങനെയാണ് ഇത് ബെറ്ററോ ഇതായി കിട്ടുകയാണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ നോക്കാന്നുള്ളൊരു രീതിയിലേ. ഇത് നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. കാരണം നമുക്ക് ഫ്രീലാൻസിന് തന്നെ കുറെ, ഫ്രീലാൻസ് അല്ലെങ്കിൽ തന്നെ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. ഞാനെന്താ വെച്ചാൽ എനിക്ക് ഈ സമയമാണ് പ്രശ്നം. ഇന്നിപ്പോ കുഴപ്പമില്ല, അല്ലാത്ത ദിവസമൊക്കെ ഒന്ന് നല്ല റഷ് ഉള്ള സമയമാണ്. അപ്പൊ ടൈം ഒന്ന് മാറ്റി തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടൈം അല്ലേ? ഈ സമയം. ഓക്കെ, അപ്പൊ ഏത് ടൈമാണ് കൺവീനിയന്റ് ആയിട്ടുള്ളത്? വൈകിട്ടേക്ക് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം എത്ര മണിക്ക്? ഇതിന് മുമ്പ് ഒരു ബാച്ച് ഇല്ലേ, ഒരു 3:30 4 മണിക്കോ അങ്ങനത്തെ ഒരു ടൈമില്ലായിരുന്നു? അപ്പോ അല്ലേ, അതേ സമയം ഒരു കുറച്ച് ഇൻട്രോ ക്ലാസ് ആയിരിക്കാം. അപ്പൊ നാളെ തൊട്ട് നിങ്ങൾക്ക് മൺഡേ തൊട്ട് മാറ്റി തരും കേട്ടോ, വേണ്ട ആവശ്യമുള്ള ക്ലാസ്സുകളൊക്കെ. കുഴപ്പമില്ല, ഇത് 2 ദിവസം ഓടി നോക്കാം, വലിയ തിരക്കില്ലാന്നുണ്ടെങ്കിൽ ഇതന്നെ മതി. ഓക്കെ. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താന്ന് മനസ്സിലായോ? ഞാന് ഫുള്ളായിട്ട് കേട്ടു, ഞാൻ ഇപ്പൊ കേറിയിട്ടുള്ളൂ. ശരി, ഓക്കെ. എന്റെ പേര് കൃഷ്ണ എന്നാണ്, ഞാനാണ് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് എ മോഡേൺ അപ്രോച്ച് ടു മാർക്കറ്റിംഗ് ദാറ്റ് യൂസസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. അതായത് ഒന്നുമില്ല, നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാ? നമ്മുടെ ഗൂഗിള്, ഫേസ്ബുക്ക്, വെബ്സൈറ്റ്, ഇന്റർനെറ്റ്, ഇമെയിൽ വഴിയൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കുക, അതുപോലെ നോട്ടീസ് ആഡ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അതിനാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുക.
പക്ഷെ നമ്മൾ ഓൺലൈനിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാന്ന് പറഞ്ഞു. ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിലാവുമ്പോൾ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും നമ്മൾ. ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പർ ആഡ് കൊടുക്കുന്നു, അത് നമ്മൾ എന്താ പറയുക, നമുക്ക് എത്രത്തോളം അതിന് റിട്ടേൺ കിട്ടി എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ ഒരു മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ഒരു പത്രത്തില് പേപ്പറിൽ പരസ്യം കൊടുക്കണമെങ്കിലോ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കണമെങ്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക, വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ആഡ് ഇടുന്നു, അതോടുകൂടെ കഴിഞ്ഞു. നമുക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടി എന്നുള്ള ഒരു തരത്തിലും നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ. പക്ഷെ അതേസമയം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് അങ്ങോട്ട് ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം റിട്ടേൺ കിട്ടി എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ ഡിഫിക്കൽട്ട് ടു ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എത്രത്തോളം ആൾക്കാർ കണ്ടു, എത്ര പെർസെന്റേജ് ഓഫ് ആൾക്കാർ കണ്ടു, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബ്യൂട്ടി പാർലറിന്റെ ആഡ്, ഇല്ലെങ്കിൽ ഒരു സലൂണിന്റെ ആഡ്. അപ്പൊ ആ ഒരു ബ്യൂട്ടി പാർലറിന്റെ ആഡ് എന്ന് പറയുമ്പോൾ മേക്കപ്പും സ്കിൻ കെയറും അതുപോലെ അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്കാരിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണെങ്കിൽ. അതേസമയം ഇതൊന്നും താല്പര്യമില്ലാത്ത പെണ്ണുങ്ങളുടെ ബ്യൂട്ടി പാർലറിന്റെ പരസ്യം ആണുങ്ങളും കാണും, കുട്ടികളും കാണും, എല്ലാവരും കാണും. ഇപ്പോ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യം വരുന്ന സമയത്ത് അല്ലേ. അപ്പൊ അതിനെയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചോ. 4 P's ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിൽ നമുക്ക് 4 P നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഏതൊക്കെയാണ് 4 P നോക്കൂ. കറക്റ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് വേണം. നല്ലൊരു മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പൊ ഇത് നമ്മള് BBA MBA ഒക്കെ പഠിച്ചവർ പഠിച്ചിട്ടുണ്ടാവും. മാർക്കറ്റിംഗ് ടൈമില് നമ്മൾ കറക്റ്റ് ആയിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം. എന്തിന്, നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ്, അതുപോലെ അത്യാവശ്യം അഫോർഡ് ആയിട്ടുള്ള പ്രൈസ്, അതുപോലെ ഇതൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്, അതുപോലെ നല്ലൊരു പ്രൊമോഷനും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് വിജയിക്കുള്ളൂ മാർക്കറ്റിംഗ് ചെയ്തിട്ട്. ഓക്കെ, റൈറ്റ് പ്രോഡക്റ്റ് എന്താ നോക്കൂ. കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്ന ഗുഡ്സ് ഓർ സർവീസസ് ആണ് എന്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മള് പ്രോഡക്റ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രോഡക്റ്റ് ഇപ്പൊ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് എന്താ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ ചെയ്യുന്ന സർവീസസ് എന്താ, DM അല്ലെ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിൽ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുന്നുണ്ടോ? അവർക്ക് പരസ്യം ചെയ്തതിലൂടെ നമ്മളെ സമീപിച്ച് നമ്മൾ ഇട്ടുകൊടുത്ത പരസ്യത്തിലൂടെ അവർക്ക് ഏർണിങ്സ് കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ അവർ പിന്നീട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുള്ളൂ അല്ലേ. ആണോ? അപ്പൊ നമുക്ക് കൊടുക്കേണ്ട പ്രോഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, ഡിസൈൻ ഉണ്ടായിരിക്കണം. വേറെ പ്രോഡക്റ്റിന്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിന്റെ സൈസ്, കളറ്, ബ്രാൻഡ് നെയിം, പാക്കേജിങ്, വാറന്റി, പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസ്. നമ്മളൊരു കാര്യം സെല് ചെയ്തു അതിനുശേഷം നമ്മൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു, അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് ഞാൻ എന്ത് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും അല്ലെ. അപ്പൊ അത് മാത്രല്ല, ഇപ്പൊ ഞാനൊരു വാഷിംഗ് മെഷീൻ വാങ്ങി, ആ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫ്രീ സർവീസ് നമ്മൾ കൊടുക്കും അല്ലെ. അതിനെയാണ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുക പ്രോഡക്റ്റില്. അപ്പൊ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി, ഫീച്ചേഴ്സ്, ഡിസൈൻ, സൈസ്, കളർ, ബ്രാൻഡ് നെയിം, പാക്കേജിങ്, വാറന്റി, ആഫ്റ്റർ സെയിൽ സർവീസ്, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അതിനുശേഷം പ്രൈസിന്റെ കാര്യം നോക്കൂ. പ്രൈസ് എന്താണ്, നമ്മള് ഒരു പ്രോഡക്റ്റിന് കസ്റ്റമർ പേയ്മെന്റ് കൊടുക്കുന്ന എമൗണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന പേയ്മെന്റ് ആണ് എന്ത്, പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈസ് നോക്കൂ. കോസ്റ്റ്, പ്രോഫിറ്റ് മാർജിൻ. അതായത് ഇപ്പൊ നമ്മൾക്ക് ഒരു പ്രൈസിന്റെ കോസ്റ്റ് നമ്മൾ തീരുമാനിക്കണം. അതുപോലെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ളത് തീരുമാനിക്കണം. കാരണം നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അതുപോലെ കോമ്പറ്റീറ്ററുടെ പ്രൈസ്. ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും 20,000 രൂപയ്ക്ക് എന്താ പറയാ
കോഴ്സ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 30,000 പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എല്ലാവരും എന്ത് ചെയ്യും? കോമ്പറ്റീറ്ററുടെ പ്രൈസിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൈസ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് കോഴ്സ് എന്നുള്ളത്. ഓക്കെ, കോമ്പറ്റീറ്ററുടെ പ്രൈസ് നോക്കണം, അതുപോലെ കോസ്റ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കണം, അതുപോലെ കസ്റ്റമർ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ നമ്മൾ തീരുമാനിക്കുന്ന പ്രൈസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. ഡിമാൻഡ് എന്താ? അതായത് നമ്മൾ ഇടുന്ന പൈസക്കുള്ള ക്വാളിറ്റി നമ്മുടെ പ്രോഡക്റ്റിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? പ്രോഡക്റ്റും പ്രൈസും മനസ്സിലായില്ലേ? ഇനി പ്ലേസ് നോക്കൂ. അതായത് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രോഡക്റ്റും പ്രൈസും എന്താന്നുള്ളത് മനസ്സിലായി. അതിനുശേഷം പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. എക്സാമ്പിൾ നോക്കൂ, റീറ്റെയിൽ ഷോപ്പ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഹോൾസെയിലേഴ്സ്, സൂപ്പർ മാർക്കറ്റ്, ഓൺലൈൻ സ്റ്റോർ. നമ്മുടെ പ്ലേസ് എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ പ്ലേസ് ആണ് എന്ത്? വെബ്സൈറ്റ്. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. നമ്മളൊരു വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും നമ്മൾ വർക്കുകളൊക്കെ കിട്ടുന്നുണ്ടാവാം. നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കണ്ട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഇതുപോലൊരു വെബ്സൈറ്റ് എനിക്ക് ചെയ്തു തരുമോ പറയും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇന്ന സർവീസസ് എനിക്ക് ചെയ്തു തരുമോ എന്ന് പറയും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ പ്ലേസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആണ് പ്ലേസ്. ഇനി പ്രൊമോഷൻ എന്താ നോക്കൂ. പ്രൊമോഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ വേണ്ടി, അതുപോലെ അവരെ കൺവിൻസ് ചെയ്ത് പർച്ചേസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് പ്രൊമോഷൻ. അത് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യാം, അഡ്വർടൈസിങ് ചെയ്യാം, ഡിജിറ്റലി നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാം. പ്രൊമോഷൻ, സെയിൽസ് പ്രൊമോഷൻ ഓഫറുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവർക്ക് മെയിൽ അയക്കാം. അതുപോലെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്താ? നമ്മളൊരു ഇൻഫ്ലുവൻസറെ വെച്ചിട്ട്, സെലിബ്രിറ്റീസിനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യില്ലേ? അതിനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, PR, പ്രോഡക്റ്റ് റിവ്യൂ എല്ലാം നമുക്ക് പ്രൊമോഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്താൽ മാത്രമേ നല്ലൊരു പ്രൊമോഷൻ വർക്ക് ആവുള്ളൂ. ഓക്കെ ആണല്ലോ? നോക്കൂ, സക്സസ്ഫുൾ മാർക്കറ്റിംഗിന്റെ ഇത് നോക്കൂ. റൈറ്റ് പ്രോഡക്റ്റ്, റൈറ്റ് പ്രൈസ്, റൈറ്റ് പ്ലേസ്, റൈറ്റ് പ്രൊമോഷൻ. ഇതെല്ലാം കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. കിട്ടിയോ? യെസ്. ഓക്കെ. നോക്കൂ, വാട്ട് ഈസ് കൺസ്യൂമർ ബിഹേവിയർ? നമ്മളൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറുടെ പൾസ് അറിഞ്ഞ് പ്രോഡക്റ്റ് വിൽക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്തുകൊണ്ട് അവർ ബൈ ചെയ്യുന്നു, എന്തുകൊണ്ട് കസ്റ്റമേഴ്സ് വാങ്ങുന്നു, അവർ എങ്ങനെയാണ് ആ പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്യുന്നത്, എപ്പോഴും എവിടെ നിന്നാണ് അത് പർച്ചേസ് ചെയ്യുന്നത്, പിന്നെ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിന്റെ റെസ്പോൺസ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ ആണ് അത് പറയുക. ഓക്കെ, കൺസ്യൂമർ ബിഹേവിയർ എന്നത് ഒരു കസ്റ്റമർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്തുകൊണ്ട് അവർ ബൈ ചെയ്യുന്നു, എങ്ങനെ അത് സെലക്ട് ചെയ്യുന്നു, എപ്പോഴും എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് കൺസ്യൂമർ ബിഹേവിയർ. ഓക്കെ, ഇത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ്, വാണ്ട്സ്, പ്രിഫറൻസ്, ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസ്, ലൈഫ് സ്റ്റൈൽ, ഇൻകം, കൾച്ചർ പോലെ എല്ലാ ഫാക്ടേഴ്സും അനലൈസ് ചെയ്യും. ഒന്നുമില്ല, നമ്മള് ഇപ്പൊ എനിക്കൊരു ലാപ്ടോപ്പ് സർവീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ലാപ്ടോപ്പ് സർവീസ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് വെച്ചോ, അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്ന് വെച്ചോ, എനിക്ക് വല്ല സാരി വാങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ള ആഡ് കാണിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇതാവോ? ഞാൻ വാങ്ങിക്കോ സാരി? എന്റെ മൈൻഡിൽ മൊത്തം എന്താ, ലാപ്ടോപ്പ് സർവീസ് ചെയ്യണം എന്നാണ്. പക്ഷെ എനിക്ക് സാരിയുടെ പരസ്യം വന്നാൽ ഞാൻ മൈൻഡ് പോലും ചെയ്യില്ല, അല്ലേ?
അപ്പൊ അതാണ് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ എന്ന്. കസ്റ്റമേഴ്സ് ഗൂഗിളിൽ എന്താണോ സെർച്ച് ചെയ്യുന്നത് അപ്പൊ അവരുടെ ഫീഡിലേക്ക് എന്ത് വരണം, നമ്മള് ആ സെർച്ച് ചെയ്യുന്ന കീവേഡിന്റെ പ്രോഡക്റ്റുകളായിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ഓഫറുകളായിരിക്കണം വരേണ്ടത്. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? അതായത് കറക്റ്റ് സമയത്ത് കസ്റ്റമേഴ്സ് മനസ്സിൽ വിചാരിക്കുമ്പോ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫീഡിലേക്കൊക്കെ എന്ത് വരണം, അവര് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ ആഡ് വരണം. കിട്ടിയോ? മനസ്സിലായി. അങ്ങനെ ആഡ് വന്നാൽ മാത്രമേ അവരത് പർച്ചേസ് ചെയ്യുള്ളൂ. ഓക്കെ, അതിനെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് തിയറി പാർട്ടാണ്. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് എന്താണ്? ആദ്യമായിട്ട് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നു. അതെങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നു? ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു സംഭവം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയുന്നു. ഓക്കെ, അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നു. എങ്ങനെ അറിയുന്നു? സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ട്, ബ്ലോഗ് എന്തെങ്കിലും കണ്ടിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനൊരു ഓക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ കരിയർ സെറ്റ് ആവും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തു? അവയർനെസ് കിട്ടി നിങ്ങൾക്ക്. ഓക്കെ, അതിനുശേഷം ഓക്കെ കരിയർ സെറ്റ് ആവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നി? ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഓക്കെ, ഇത് പഠിച്ചാൽ എനിക്ക് കൊള്ളായിരിക്കും എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പോ മാർക്കറ്റിംഗ് ഫണ്ടിൽ എന്താ? ഫസ്റ്റ് ടൈം ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നു, അതിൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് തോന്നുന്നു. കസ്റ്റമേഴ്സ് ആ ഒരു ബ്രാൻഡിൽ ഇൻട്രസ്റ്റ് തോന്നുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഇത് പഠിച്ചാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടാവും, 100% ഉറപ്പ്. എങ്ങനെ അനലൈസ് ചെയ്തിട്ടുണ്ടാവും? ഈ അക്കാഡമി ആണോ നല്ലത്, വേറെ അക്കാഡമി ആണോ നല്ലത് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്തിരുന്നോ? ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എന്തൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്തൊരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഡിജിറ്റലി നമ്മൾ എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുക. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. എന്ത്? നമ്മുടെ റിവ്യൂസ്, ടെസ്റ്റിമോണിയൽസ്, പിന്നെ നമ്മുടെ പ്രൈസ് ആണോ നല്ലത്, അവരുടെ പ്രൈസ് ആണോ നല്ലത്, ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് കൂടുതലുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ ക്രിയേറ്റീവ് അക്കാഡമി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ആക്ഷൻ എടുക്കും. ഫൈനൽ ഡിസിഷൻ എടുത്തിട്ട് എന്ത് ചെയ്യും? എൻക്വയർ ചെയ്യും. എൻക്വയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചിലവർക്ക് ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ടായിരിക്കും ക്ലാസ്സിൽ കയറി ഉണ്ടാവുക, ചിലവര് ഒരു ഡെമോ ക്ലാസ്സിന് വേണ്ടിയിട്ടായിരിക്കും ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ നാളെ എന്ത് ചെയ്യും? തീരുമാനിക്കും. ഓക്കെ എനിക്ക് ക്ലാസ് കൊള്ളാം, അങ്ങനെയാണെങ്കിൽ കൊള്ളാം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് പർച്ചേസ് ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിക്കും. അതർവൈസ് ക്ലാസ് കൊള്ളത്തില്ല, എനിക്ക് എന്ത് ചെയ്യണ്ട, എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേറെ എവിടെന്നെങ്കിലും പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടുന്ന് വിട്ടിട്ട് പോകും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ലോയാലിറ്റി റിപ്പീറ്റ് ആയിട്ട് ബയർ ആവും. ഇപ്പൊ ഒരു സോപ്പിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നോക്കൂ, നമ്മൾ ഒരു സോപ്പിനെ കുറിച്ച് അറിയുന്നു. ഓക്കെ, അതിന്റെ എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സും ആണോ എല്ലാം കാര്യങ്ങളും നോക്കിയിട്ട് അതിന് ഇൻട്രസ്റ്റ് ആവുന്നു. അതിനുശേഷം നമ്മൾ മെഡിമിക്സ് സോപ്പാണോ ലെക്സ് സോപ്പാണോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്ത് നോക്കുന്നു. അതിനുശേഷം മെഡിമിക്സ് നമ്മൾ ഉറപ്പിക്കുന്നു, അതിന് ആക്ഷൻ എടുത്ത് അത് പർച്ചേസ് ചെയ്യുന്നു. മെഡിമിക്സ് സോപ്പിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ ആ സോപ്പ് തന്നെ വാങ്ങുന്നു. മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ? കിട്ടിയോ മോനെ? മനസ്സിലായി. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ പ്രസൻസ്. ഒന്നുമില്ല, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കാര്യം ആയിക്കോട്ടെ, എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഓടിപ്പോയി നെറ്റിൽ നോക്കും അല്ലെ. ഒന്നുമില്ല ChatGPT ചോദിക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ ചോദിക്കും, ഇല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കും, ഫേസ്ബുക്കിൽ നോക്കും. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഫുൾ ടൈം ഫോണിലാണ് അല്ലെ. അപ്പൊ ഫോണിൽ അല്ലെങ്കിൽ ലാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും.
അവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ പ്രസൻസ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രാൻഡ്, ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്, ഇല്ലെങ്കിൽ നമ്മുടെ സർവീസസ്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ നമ്മുടെ സർവീസസ് ഓൺലൈനിൽ വിസിബിൾ ആയിരിക്കണം. ഓൺലൈനിൽ ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ ഞങ്ങൾ ഓൺലൈനിൽ വിസിബിൾ ആയത് കൊണ്ടല്ലേ നിങ്ങൾ എത്തിപ്പെട്ടത് നമ്മളിലേക്ക്. മനസ്സിലായോ? അപ്പൊ നാളെ നിങ്ങളൊരു വെബ്സൈറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. നമ്മൾ ഓൺലൈനിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, നമ്മൾ എപ്പോഴും വിസിബിൾ ആയിരിക്കണം. അതുപോലെ അങ്ങനെ വിസിബിൾ ആയി നമുക്കൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കസ്റ്റമേഴ്സിന്റെ. ഓക്കെ, കാരണം 2026 നോക്കൂ, 2026 ഡിജിറ്റൽ പ്രസൻസ് ഓപ്ഷണൽ അല്ല, മാൻഡേറ്ററി ആണ്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. കാരണം കൺസ്യൂമർ ബിഹേവിയർ കംപ്ലീറ്റ്ലി ഡിജിറ്റലായി മാറിക്കഴിഞ്ഞു. കൺസ്യൂമർ ബിഹേവിയർ എന്താന്ന് പറഞ്ഞു, ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അവർ അറിയുന്നത് മുതൽ അത് പർച്ചേസ് ചെയ്ത് റിപ്പീറ്റ് ബയർ ആവുന്നത് വരെയുള്ള കാര്യം, അതിനെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുക. ഈ കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, കംപ്ലീറ്റ്ലി ഡിജിറ്റലി ആയി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, ആ വെബ്സൈറ്റ് നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആക്കി വെക്കുക. ആക്റ്റീവ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വെബ്സൈറ്റ് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഡിജിറ്റൽ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിജിറ്റൽ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലുള്ള നമ്മുടെ പ്രസൻസ്, ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റോ സർവീസസിന്റെ പ്രസൻസിനെയാണ് എന്ത് പറയുക, ഡിജിറ്റൽ പ്രസൻസ് എന്ന് പറയുക. ഓക്കെ, കിട്ടിയോ? മനസ്സിലായി. ഓക്കെ, ഇനി നോക്കൂ, ഡിജിറ്റൽ കൺസ്യൂമർ ബിഹേവിയർ. അതായത് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഓൺലൈൻ റിസർച്ച് ബിഫോർ പർച്ചേസ്, അല്ലെ? എന്ത് കാര്യം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഓൺലൈനിൽ നമ്മൾ റിസർച്ച് ചെയ്യും. എങ്ങനെ ചെയ്യാം? ഗൂഗിളിൽ സെർച്ച് ചെയ്യും, വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യും, റിവ്യൂസ് റേറ്റിംഗ്. ഇപ്പൊ ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ പോലും നമ്മൾ 4.5 റേറ്റിംഗ് ഇല്ലാത്ത ഡ്രസ്സുകൾ നമ്മൾ വാങ്ങില്ല. മനസ്സിലായോ? അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള കമന്റ്സ്, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസസ് വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളത് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോ നമ്മുടെ ബിസിനസ് ഓൺലൈനിൽ ഇല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ പ്രോപ്പർ ഇൻഫർമേഷൻ, നമ്മുടെ ബിസിനസിനെ കുറിച്ചുള്ള പ്രോപ്പർ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യും, വേറെ ആളിലേക്ക് പോകും. ഓക്കെ, ഇപ്പൊ പ്രോപ്പർ ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ഒരു ആഡ് കണ്ടു, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ കണ്ടു എന്ന് വെച്ചോ, അതിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഇല്ലെങ്കിൽ തീർന്നില്ലേ? പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ കോമ്പറ്റീറ്റർ നോക്കി പോവില്ലേ? അതിനെയാണ് ഓൺലൈൻ റിസർച്ച് ബിഫോർ പർച്ചേസ് എന്ന് പറയുക. ഓക്കെ, മൊബൈൽ ഫസ്റ്റ് യൂസർ ബിഹേവിയർ. പിന്നെ മോസ്റ്റ് ഓഫ് ദ യൂസേഴ്സ് എന്ത് ചെയ്യാം, മൊബൈൽ ഫോണിലാണ് ഇന്റർനെറ്റ് ആക്സസ് ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ പേജസ്, നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ സ്ലോ ആണെങ്കിൽ അവർ വേറെ കോമ്പറ്റീറ്റേഴ്സിന് തേടി പോകും. ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല ഇന്നത്തെ കാലത്ത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, മൊബൈലിൽ നമുക്ക് വെബ്സൈറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവര് വേറെ കോമ്പറ്റീറ്റർ നോക്കി പോകും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ പ്രസൻസ്. ഓക്കെ, സ്ട്രോങ് ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രം ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിനേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് സെയിൽസും ഗ്രോത്തും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോ. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലല്ലോ, എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കൂ, റോൾ ഓഫ് AI ആൻഡ് ഓട്ടോമേഷൻ. AI എന്താ? AI കേട്ടിട്ടുണ്ടോ? AI എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് AI എന്ന് അറിയാവോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? അല്ല, അത് മനസ്സിലായി. എന്താണ് AI?
ഒരു എയുടെ എക്സാമ്പിൾ ചാറ്റ് GPT എന്ന് കേട്ടിട്ടുണ്ടോ? ചാറ്റ് GPT എന്താ? നമ്മള് ചാറ്റ് GPT ഒരു എ ആണെന്ന് മാത്രം പറഞ്ഞേക്കരുത് കേട്ടോ. ഓക്കെ, അതായത് ചാറ്റ് GPT എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ AI എന്നൊക്കെ പറയുന്നത് ഗൂഗിളിന്റെ ഓരോരോ ചാറ്റ് ബോട്ടുകളാണ്, ചാറ്റ് ബോട്ട്സ്. ഓക്കെ, നോക്കൂ, AI ആൻഡ് ഓട്ടോമേഷൻ. AI ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗില് നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസസ് ബ്രാൻഡിനെ എന്ത് ചെയ്യും, സ്മാർട്ടായിട്ടും ഫാസ്റ്റ് ആയിട്ടും ഡാറ്റ ഡ്രിവൺ ആയിട്ടും വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്ത് ഒരു ചാറ്റ് ബോട്ടുകളാണ് എന്ത് AI ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കൂ, വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ ചെയ്യുന്ന റോബോട്ട്സ് ആണ് എന്ത് ചാറ്റ് ബോട്ട്സ് എന്ന് പറയുന്നത്. ചാറ്റ് ബോട്ട്സ് ഒരു AI ആണ്. നോക്കൂ, ഒരു ചാറ്റ് GPT നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, വേറെ ആരെങ്കിലും വന്നിട്ടാണോ റിപ്ലൈ തരിക? നമുക്ക് ഉടനടി വേറെ അവര് തന്നെ ചാറ്റ് ബോട്ട്സ് തന്നെ റിപ്ലൈ തരില്ലേ ഓട്ടോമാറ്റിക് ആയിട്ട്? തരുവോ? അതെ, തരും. അതിനെയാണ് ചാറ്റ് ബോട്ട്സ് അല്ലെങ്കിൽ AI എന്ന് പറയുക. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബ്രാൻഡിനെ സ്മാർട്ടായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ഡ്രിവൺ ആയിട്ട്, സ്മാർട്ടായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു DM ചെയ്യുമ്പോൾ എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ചാറ്റ് GPTയിൽ പോയി ചോദിക്കുന്നു. ഇപ്പൊ കണ്ടന്റ് ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പഠിക്കുന്ന കാലത്തൊക്കെ കണ്ടന്റ് നമ്മൾ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുകയാണ്. പക്ഷെ ഇപ്പൊ നോക്കൂ, ഇപ്പൊ ചാറ്റ് GPTയിൽ പോകുന്നു, എന്തെങ്കിലും ഒരു കണ്ടന്റ് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ കണ്ടന്റ് തരൂ എന്ന് പറയുന്നു, ചാറ്റ് GPT അത് തരുന്നു. മനസ്സിലായോ? പണ്ട് നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്ന കണ്ടന്റുകൾ ചാറ്റ് GPT സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് തരും. അതിനെയാണ് AI എന്ന് പറയുക. അതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ AIയുടെ റോൾ ഇതൊക്കെയാണ്. അതുപോലെ ഫാസ്റ്റ് ആയിട്ട്, സ്മാർട്ട് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ഡാറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡാറ്റകൾ വേണമെങ്കിലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തരും. ചാറ്റ് GPT മാത്രമല്ല, ഒരുപാട് AI കണ്ടന്റുകൾ ഉണ്ട്. ഇപ്പൊ ജെമിനി ഉണ്ട്, ക്യുൽബോട്ട് ഉണ്ട്, മറ്റേ സീറോ GPT AI ഡിറ്റക്ടർ ഉണ്ട്, ഡ്യൂപ്ലി ചെക്കർ ഉണ്ട്, അങ്ങനെ കുറെ AI ടൂൾസ് ഉണ്ട്. ആണോ AI, അങ്ങനെ കുറെ, അതായത് ഓരോരോ പർപ്പസിനും ഓരോരോ AI ടൂൾസും നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒക്കെ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ചാറ്റ് GPTയിൽ പോകുന്നു, മെറ്റ ആഡ് ചെയ്യണം, ഇന്നതാണ് എന്റെ ടോപ്പിക്, എനിക്കൊരു കണ്ടന്റ് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ ആഡ് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റുകളും എന്ത് ചെയ്യും, ചാറ്റ് GPT തരും. അത് നമ്മൾ ഹ്യൂമൻ റിട്ടേൺ ആക്കിയിട്ട് എന്ത് ചെയ്യും, ഞാൻ ആഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആഡ് റിസൾട്ട് കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? കിട്ടിയോ? മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്. പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗിന്റെ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് പറയാം. അതെങ്ങനെയാണ്? അതായത് ഇപ്പൊ നമ്മുടെ ജോയലും അശ്വിനും എടുക്കാന്ന് വെച്ചോ. അതായത് ജോയൽ എന്ത് ചെയ്യും, ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഗൂഗിളില് എന്തെങ്കിലും ഒരു ഇപ്പൊ ലാപ്ടോപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ മൊബൈലിനെ കുറിച്ച് ജോയൽ എന്ത് ചെയ്യും, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിന്ന് വെച്ചോ. ഇപ്പൊ ജോയലിന്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എന്ത് ചെയ്യും, മൊബൈലിന്റെ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. അതേസമയം അശ്വിൻ എന്ത് ചെയ്തു, ഒരു ഷൂവിനെ കുറിച്ച്, ഒരു ഷൂ വാങ്ങിക്കണം എന്ന് അശ്വിൻ തീരുമാനിച്ചു. ഷൂവിനെ കുറിച്ചാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തതെന്നുണ്ടെങ്കിൽ ഷൂവിന്റെ ആഡും അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതേസമയം അഹലയാണെങ്കിലോ, ഒരു ലിപ്സ്റ്റിക് ആണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തതെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കിന്റെ ആഡ് ആയിരിക്കും അഹലയ്ക്ക് ഫീഡിൽ വന്നുകൊണ്ടിരിക്കുക. അതാണ് എന്ത്, പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്. ഓരോരുത്തർക്കും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ആഡ് കാണിക്കുന്നതിനെയാണ് നോക്കൂ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുക. അതായത് ഓരോരോ ആളുടെ ഇൻട്രസ്റ്റ് അറിഞ്ഞിട്ട് അവർക്ക് മാച്ചായ ആഡ് കാണിക്കുന്നതാണ് എന്ത്, പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്. കിട്ടിയോ? മനസ്സിലായി. അതായത് നമ്മളൊരു മൊബൈൽ ഫോൺ സെർച്ച് ചെയ്താൽ നമുക്ക്
മൊബൈലിന്റെ ഓഫേഴ്സിന്റെ ആഡൊക്കെ കാണിക്കും. പക്ഷെ നമ്മുടെ ഫ്രണ്ട് മേക്കപ്പ് പ്രോഡക്ട്സ് സെർച്ച് ചെയ്താൽ അവർക്ക് മേക്കപ്പ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കാണിക്കും. രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആഡുകളാണ് കാണിക്കുക. അതിനെയാണ് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. ഇനി ചാറ്റ് ബോട്ട്സും AI കണ്ടന്റും. ചാറ്റ് ബോട്ട്സ് എന്താണ്? നമ്മുടെ വെബ്സൈറ്റില് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ ചെയ്യുന്ന റോബോട്ട്സ് ആണ് ചാറ്റ് ബോട്ട്സ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നു, അതിന് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ തരുന്ന റോബോട്ട്സ് ആണ് ചാറ്റ് ബോട്ട്സ് എന്ന് പറയുന്നത്. 24/7 എപ്പോ വേണമെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ അവർ ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി AI കണ്ടന്റ് നോക്കൂ. ChatGPT നമുക്ക് ChatGPT യൂസ് ചെയ്തിട്ട് AI കണ്ടന്റിന്റെ എക്സാമ്പിൾ ആണ് ChatGPT. AI യൂസ് ചെയ്തിട്ട് പോസ്റ്റുകള്, ക്യാപ്ഷൻസ്, അഡ്വർടൈസ്മെന്റ്, ബ്ലോഗ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടൈമും മണിയും സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ AI കണ്ടന്റ്? കിട്ടിയോ? മനസ്സിലായി. ഓക്കെ, നോക്കൂ. ഡിജിറ്റൽ മീഡിയയിലൂടെ നമുക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കണം. ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല, ഓൺലൈനിലുള്ള ആർക്കും ഒന്നും അറിയില്ല എന്ന് വെച്ചോ. അപ്പൊ നമുക്ക് ബ്രാൻഡ് എങ്ങനെയും ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ ഓൺലൈനിൽ എപ്പോഴും വിസിബിൾ ആയിരിക്കുക. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിന് നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് കുറെ ബിസിനസ് ലിസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകും. നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ ഓൺലൈനിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ് ചെയ്യും, ജസ്റ്റ് ഡയൽ ലിസ്റ്റ് ചെയ്യും, സുലേഖയിൽ ലിസ്റ്റ് ചെയ്യും, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കും, അതുപോലെ ഗൂഗിളിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഒരു ബ്രാൻഡിനെ ഓൺലൈൻ ത്രൂ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. എങ്ങനെ? ആ ഓൺലൈൻ ത്രൂ ബിൽഡ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ മൈൻഡില് പോസിറ്റീവ് ഇമേജും ട്രസ്റ്റും ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഡിജിറ്റൽ മീഡിയ, ഡിജിറ്റൽ ഓൺലൈൻ ത്രൂ നമ്മൾ അഡ്വർടൈസ്മെന്റ് അല്ല, ഓൺലൈൻ ത്രൂ നമ്മളെ തന്നെ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചാൽ നമ്മുടെ ബ്രാൻഡ് ബിൽഡിംഗ് ഈസി ആയി കിട്ടും. ഒന്നുമില്ല, നമ്മളെ ഒന്ന് ഓൺലൈനിൽ പുഷ് ചെയ്യുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഓക്കെ, ഇനി അത് ബ്രാൻഡ് ബിൽഡിംഗ് എന്തൊക്കെയാ നോക്കൂ. സോഷ്യൽ പ്രൂഫ് ആൻഡ് റിവ്യൂ നോക്കൂ. ആൾക്കാരെ എപ്പോഴും മറ്റുള്ളവർ പറയുന്നതായിരിക്കും കേൾക്കുന്നുണ്ടാവും അല്ലെ. അപ്പോ മറ്റുള്ളവർ പറയുന്നത് എന്താ? ഗൂഗിൾ റിവ്യൂ ത്രൂ ടെസ്റ്റിമോണിയൽസ്, റേറ്റിംഗ്, കമന്റ്സ്, ഷെയർസ്, ഇവയെല്ലാം സോഷ്യൽ പ്രൂഫ് ആണ്. സോഷ്യൽ പ്രൂഫും റിവ്യൂസും കണ്ടാൽ മാത്രമേ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ നല്ല റിവ്യൂസ് നമ്മുടെ സൈറ്റിലേക്ക് ഉണ്ടാക്കി വെക്കണം. അതൊക്കെ എങ്ങനെയാന്നുള്ള ഈ 3 മാസം കൊണ്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോ ഇന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് സോഷ്യൽ പ്രൂഫ് ആൻഡ് റിവ്യൂ ഉള്ളത്. അതിനുശേഷം ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി. ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് സോഷ്യൽ മീഡിയ പേജസ്. നമുക്ക് വെറുതെ ഒരു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുറന്നിട്ടിട്ട് കാര്യമില്ല. നമ്മൾ അതിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കണ്ടന്റ് ഷെയർ ചെയ്യുക, അതുപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും കൂടും. കാരണം ഇപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരു ഫോട്ടോ തന്നെ ഇട്ടാൽ തന്നെ അത്യാവശ്യം, ഇപ്പൊ ലേഡീസിന്റെ എന്റെ കാര്യം പറയണേ, ആഴ്ചയിൽ ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ ഓക്കെ, അതായത് നമുക്ക് മറ്റുള്ളവർക്ക് എന്തായി, ഓക്കെ ഇവര് ലേഡി തന്നെയാണെന്നുള്ള ഒരു ട്രസ്റ്റ് വന്നു. അപ്പോ അതുപോലെ ഞാൻ എന്റെ സൈറ്റില് എന്താ പറയാ, ഒരു ബൊട്ടീക്കാണ് എനിക്കുള്ളതെന്നുണ്ടെങ്കിൽ ബൊട്ടീക്കിൻ്റെതായിട്ടുള്ള സ്റ്റിച്ചിങ്ങിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്താവും, ഓക്കെ ഇവര് സ്റ്റിച്ച് ചെയ്യുന്നതാണ്, ഇവർക്ക് ഒരു ബൊട്ടീക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് അവരുടെ അടുത്ത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുക എന്നാണ് പറയുക. ഓക്കെ, ട്രസ്റ്റ് കൂടും. നമ്മളെ വെബ്സൈറ്റിൽ എപ്പോഴും ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ, എങ്ങനെ ആക്റ്റീവ് ആവണം? പേഴ്സണൽ സൈറ്റ് അല്ല പറയണേ, നമ്മുടെ ബിസിനസ് വെബ്സൈറ്റ് എപ്പോഴും ആക്റ്റീവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും കൂടിയിട്ട് നമുക്ക് എന്താണ് കുറെ വർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? പറയണോ? വേണ്ട. അവിടെ ഡൗട്ട്.
ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. നോക്കൂ, ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്ത് നമുക്ക് ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നത് ഒരു ബിസിനസ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി ഓൺലൈനിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയാം. ഒരു ബിസിനസിന്റെ ഗോൾ എന്താ? നമുക്ക് സെയിൽ നടക്കണം എന്നുള്ളത്. ആ സെയില് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി ഓൺലൈനിൽ മാർക്കറ്റ് ചെയ്യണം. അല്ലാണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് എന്താ പറയാ, എനിക്കിപ്പോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കണം എന്നുണ്ട്. പക്ഷെ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് പ്ലാൻ ഉണ്ട്. എന്താ പ്ലാൻ? ഈ കോഴ്സ് എടുത്ത് 3 മാസം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഞാൻ 1 മാസം ഇന്റേൺഷിപ്പിന് കയറി, ഞാൻ അങ്ങനെ ജോലിക്ക് കയറി അത്യാവശ്യം നല്ല ഹൈ സാലറി ഹൈ പെയ്ഡ് ജോബിൽ ഞാൻ കയറുന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, ഈ പ്ലാൻ ഒന്നുമില്ല, വെറുതെ ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാമിനെ കണ്ടു വെറുതെ ഒന്ന് കയറി നിയമം പഠിച്ചേക്കാം എന്നുള്ളത് ആർക്കും അങ്ങനെ തോന്നില്ല. തോന്നുവോ? ആരെങ്കിലും വെറുതെ പഠിക്കാൻ വന്നവരുണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ? നമുക്ക് കറക്റ്റ് ആയിട്ടൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലും കറക്റ്റ് ആയിട്ടൊരു ഗോൾ ഉണ്ടാവണം. എങ്ങനെ? ഫസ്റ്റ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ എന്താ വേണ്ടേ? നമുക്കൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റോ സർവീസസ് ഉണ്ട്, അത് എനിക്ക് എന്ത് ചെയ്യണം? 4 ആളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബ്രാൻഡ് ആണെങ്കിൽ എനിക്ക് 4 ആളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ബ്രാൻഡ് അവയർനെസ് എന്നുള്ളൊരു ഗോള് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എന്റെ പ്രോഡക്റ്റും അല്ലെങ്കിൽ എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ അറിയാം. എന്ത്? കസ്റ്റമേഴ്സ് എന്നെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൽ ത്രൂ എനിക്ക് ലീഡ്സ് അല്ലെങ്കിൽ എന്റെ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ട്രാഫിക് എന്നുള്ള ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിടുന്ന ആഡിലൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. നമ്മളിടുന്ന ആഡിലൂടെ നമുക്ക് ബിസിനസ് കൂട്ടാം, സെയിൽ കൂട്ടാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ സെയിൽസ് ക്യാമ്പയിൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഗോൾസ് എന്ന് പറയാം. ബ്രാൻഡ് അവയർനെസ്, ലീഡ്സ് വേണമെങ്കിൽ ലീഡ്സ് എടുക്കാം, വെബ്സൈറ്റിലേക്ക് ട്രാഫിക്കാ വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം, സെയിൽസാ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗോൾ എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. ക്ലിയർ ആയിട്ട് ഒരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രം കറക്റ്റ് ആയിട്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? കിട്ടിയോ? മനസ്സിലായി. നോക്കൂ, ചൂസിങ് ദ റൈറ്റ് ചാനൽസ്. അതുപോലെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഗൂഗിൾ അങ്ങനെ കുറെ ചാനലുകളുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് എല്ലാ പ്ലാറ്റ്ഫോംസിലും എല്ലാ ബിസിനസ്സിനും സൂട്ട് ആവില്ല. ഓഡിയൻസ് എവിടെയാണ് ആക്റ്റീവ് എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ചാനൽ സെലക്ട് ചെയ്യണം. ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളെ പോലെ എഡ്യൂക്കേഷൻ ഫേം ഒക്കെ ആണെങ്കിൽ കൂടുതലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരിക്കും കുട്ടികളെ കിട്ടുന്നുണ്ടാവും. കാരണം ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക, അല്ലെ? കുറച്ചും കൂടെ പ്രായമായ ആൾക്കാരായിരിക്കും ഫേസ്ബുക്കിൽ ഉണ്ടാവുക. ഒരു 40+ അല്ലെങ്കിൽ 35+ ഒക്കെയുള്ള ആൾക്കാരായിരിക്കും ഫേസ്ബുക്കിൽ ഉണ്ടാവുക. അപ്പൊ അവർക്ക് ഈ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫേസ്ബുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ചാനൽസ് നമുക്ക് കറക്റ്റ് ആയിട്ട് എവിടെയാണ് ഓഡിയൻസ് ആക്റ്റീവ് ആണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചാനൽ സെലക്ട് ചെയ്യണം. സോഷ്യൽ മീഡിയ, സെർച്ച് എഞ്ചിൻ ആണോ, വെബ്സൈറ്റിലേക്കാണോ, ഇമെയിൽ ആയിട്ട് മെയിൽ അയക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ റൈറ്റ് ആയിട്ടുള്ള ചാനൽസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇനി ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം. എങ്ങനെ? അതായത് ചെറിയ ബഡ്ജറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സ്റ്റാർട്ട് സ്മോൾ ബഡ്ജറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതായത് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് DM ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറയണേ. ബഡ്ജറ്റ് ആഡ്, കണ്ടന്റ് ക്രിയേഷൻ, ടൂൾസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പെർഫോമൻസ് നല്ലതാണെങ്കിൽ എന്താണ്? ബഡ്ജറ്റ് കുറച്ച് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആഡ് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ,
നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചാനൽ നോക്കി സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം വെബ്സൈറ്റ് സെർച്ച് എഞ്ചിൻ എവിടെയാണ് ചാനലിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് കൂടുക എന്നുള്ളത് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ അതിന് ആവശ്യമുള്ള ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്തു. ഇതെല്ലാം പ്ലാൻ ചെയ്ത് നമ്മളൊരു ആഡ് റൺ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ സക്സസ് മെഷർ ചെയ്യും. നമ്മളെ വെബ്സൈറ്റിലേക്ക് എത്ര വിസിറ്റ് വന്നു, എത്ര ലീഡ് ഉണ്ടായി, എത്ര സെയിൽസ് നടന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് എവിടേക്കാണ് ചെയ്യാന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു 2 മിനിറ്റ് ബ്രേക്ക്. 2 മിനിറ്റ് ബ്രേക്ക്. ഇപ്പൊ വെള്ളമൊക്കെ കുടിക്കാനെങ്കിൽ കുടിച്ചോ. ഈ സാംസങ്ങിന്റെ പേരെന്തായിരുന്നു? അമലോ? അമലാണോ? എടാ സാംസങ്. അതെ അതെ അമൽ. ഓക്കെ, എങ്ങനെയുണ്ട്? മനസ്സിലാവുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. മാം ഇതിന്റെ റെക്കോർഡിങ് കിട്ടൂലേ? ഞാൻ ഇട്ടേക്കാം. ഓക്കെ, തരാം. മാം നോട്ട്സ് സെൻഡ് ചെയ്യോ? ഇതോ? ഓക്കേടാ, ഞാൻ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യോ? വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങൾ എല്ലാരും അഡ്മിഷൻ എടുത്തതാണോ? അതെ അതെ, അഡ്മിഷൻ എടുത്താണ്. അങ്ങനെയാണെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമായിരിക്കും. കാരണം ചിലപ്പോ നാളെ നിങ്ങൾക്ക് ഞാനായിരിക്കില്ല ട്യൂട്ടറായി ഉണ്ടാവും. ചിലപ്പോ വേറെ ആരെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോ ഞാൻ മതി ഇങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമും വേറെ ആരെങ്കിലും വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, അവർ എന്തായാലും അസൈൻ ചെയ്ത് തരും. ഇപ്പൊ ഒരു ഇൻട്രോ ക്ലാസ് കൊടുക്കാനാ പറഞ്ഞേ. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചാനൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുക. അപ്പൊ ഏതൊക്കെ ചാനൽസ് ആണ്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കോർ ചാനൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ SEO, വെബ്സൈറ്റ് ഗൂഗിൾ ടോപ്പ് റാങ്കിൽ വരാൻ ഒപ്റ്റിമൈസ് ചെയ്യുന്ന പ്രോസസ്. എനിക്കൊന്നും മനസ്സിലായിണ്ടാവില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീൻ കാണാലോ അല്ലെ? നിങ്ങൾ നോട്ടും പെന്നൊന്നും എടുത്തു വെച്ചിട്ടുണ്ടോ? ഇൻട്രോ ക്ലാസ് ആയതുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അല്ലെ? ഇല്ല. വെരി ഗുഡ്. ഓക്കെ, റെക്കോർഡ് എന്തായാലും അയച്ചു തരാം. ഓക്കെ, നോക്കൂ. ഞാനിവിടെ ബെസ്റ്റ് ലാപ്ടോപ്പ് എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഗൂഗിളിൽ വന്നു, ഞാൻ ബെസ്റ്റ് ലാപ്ടോപ്പ് എന്ന് മാത്രം സെർച്ച് ചെയ്തു. ബെസ്റ്റ് ലാപ്ടോപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നോക്ക്, apple.com എന്ന് പറഞ്ഞിട്ട് വന്നു. കണ്ടോ? ആപ്പിളിന്റെ വന്നു, മൈക്രോസോഫ്റ്റിന്റെ വന്നു, അതുപോലെ lenovo.com എന്ന് പറഞ്ഞിട്ട് ലെനോവോയുടെ ലാപ്ടോപ്പിന്റെ കാര്യങ്ങൾ വന്നു. amazon.com എന്ന് പറഞ്ഞിട്ട് ആമസോണിന്റെ കാര്യങ്ങൾ വന്നു. കണ്ടോ? ഇവിടെ നമ്മൾ മുകളിൽ നോക്കൂ, സ്പോൺസേർഡ് റിസൾട്ട് എന്നും കാണിക്കുന്നുണ്ട്. ഇത് മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ഞാനൊരു ബെസ്റ്റ് ലാപ്ടോപ്പ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഫസ്റ്റ് കാണുന്നത് സ്പോൺസേർഡ് റിസൾട്ട്. അതിന്റെ താഴെ നമുക്കിവിടെ എന്താണ് പ്രോഡക്ട്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിന്റെയും താഴെ amazon.in
1 2 3 എന്നൊക്കെ പറഞ്ഞ റാങ്കിങ് കണ്ടോ? 4 എന്നൊക്കെ പറഞ്ഞിട്ട് 1 2 3 നമ്പർ കാണുന്നുണ്ടോ? കാണാം. കാണുന്നുണ്ടോ? ഹലോ, മാം കാണുന്നുണ്ട്. റെസ്പോണ്ട് ചെയ്താലേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, നമുക്ക് 1 2 3 4 എന്ന് പറഞ്ഞ നമ്പർ കാണുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിനെയാണ്, അതായത് ഈ ആമസോൺ നോക്കൂ, https://www.amazon.in. ഈ amazon.in എന്നുള്ളത് എന്താണ്? ആമസോണുകാരുടെ വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഫസ്റ്റ് റാങ്കിങ്ങിലാണ്. റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ഇങ്ങനെ 1 2 3 4 പറഞ്ഞിട്ട് ഇത് ആദ്യത്തെ, രണ്ടാമത്തെ, ആദ്യം കാണുന്നത് ഇത്, രണ്ടാമത് കാണുന്നത് ഇത്, മൂന്നാമത് കാണുന്നത് ഇത്, ഫോർത്ത് കാണുന്നത് ഇത്. ഇതിനെയാണ് റാങ്കിങ് എന്ന് പറയുക. അപ്പൊ amazon.in എന്നുള്ള ഒരു സൈറ്റ് ഗൂഗിളിലെ റാങ്കിങ്ങില് ഫസ്റ്റ് പൊസിഷനിൽ എങ്ങനെ വന്നു? SEO ചെയ്തിട്ട്, വെബ്സൈറ്റിന്റെ ഉള്ളിലും പുറത്തും ഒക്കെ അവർ SEO ചെയ്തിട്ട്, SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മുടെ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആണ്. സെർച്ച് എഞ്ചിൻ ആണെന്ന് എങ്ങനെയാ പറയാ? ഇപ്പൊ ഞാൻ ബെസ്റ്റ് ലാപ്ടോപ്പിന് സെർച്ച് ചെയ്തപ്പോഴാണല്ലോ നമുക്ക് റിസൾട്ട് കിട്ടിയത്, അല്ലേ? ബെസ്റ്റ് ലാപ്ടോപ്പിന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിവിടെ റിസൾട്ട് കിട്ടി. ഈ റിസൾട്ട്, ഈ ഫുൾ റിസൾട്ട് കിട്ടുന്ന ഈ ഒരു പേജിനെ നമ്മൾ പറയുന്നതാണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്, അല്ലെങ്കിൽ സെർപ്പ്, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. ഇതൊരു കീവേഡ്, അതായത് നമ്മൾ ബെസ്റ്റ് ലാപ്ടോപ്പ് എന്ന് അടിച്ചു കൊടുത്തതിന്റെ കീവേഡ്. ഈ കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ, സെർച്ച് ചെയ്യുന്ന ആ ഒരു ഇതിനെ പറയുന്നത്, സെർച്ച് ചെയ്യുന്ന ഗൂഗിളിനെ പറയുന്നത് എന്താണ്? സെർച്ച് എഞ്ചിൻ. ഈ സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്ന ഈ പേജിനെ പറയുന്നത് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. ഈ സെർച്ച് ചെയ്തിട്ട് ഇവിടെ ഒന്നും വണ്ണില്ല, കണ്ടോ? ഇവിടെയൊക്കെ അത്രയും മുകളിൽ ഇതൊക്കെ സ്പോൺസർഡ് റിസൾട്ട് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് 1 2 എന്ന് വരുന്നില്ല, കണ്ടോ? അപ്പൊ ഇവിടെ 1 എന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ 1 1 2 മുതലുള്ളതാണ് എന്ത്? റാങ്കിങ് എന്ന് പറയുന്നത്. ഈ റാങ്കിങ് എന്താണ്? ഓർഗാനിക്കലി, അതായത് പൈസ ഒന്നും കൊടുക്കാതെ നമ്മുടെ വെബ്സൈറ്റിന്റെ ഉള്ളില് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളൊരു പ്രോസസ് ഉണ്ട്. സെർച്ച് എഞ്ചിനിൽ പരസ്യം കൊടുക്കുക, അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. സെർച്ച് എഞ്ചിനിൽ എന്താ? സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. അപ്പൊ ഇതില് പരസ്യം ചെയ്യുന്നതിനാണ് SEO പ്രോസസ് എന്ന് പറയുക, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ പൈസ ഒന്നും കൊടുക്കാതെ 1 2 3 റാങ്കിങ്ങിലേക്ക് വരുന്നതിനെയാണ്, റാങ്കിങ്ങിലേക്ക്, നമ്മുടെ വെബ്സൈറ്റിനെ ഇതുപോലത്തെ റാങ്കിങ്ങിലേക്ക് എത്തിക്കുന്നതിനെയാണ് SEO എന്ന് പറയുക. മനസ്സിലായടാ? യെസ് മാം. ഒന്ന് പറഞ്ഞേ അശ്വിൻ, ഒന്ന് പറഞ്ഞേ അശ്വിൻ. ഞാനിപ്പോ എന്തോ പറഞ്ഞേ? ഹലോ ഹലോ, പറ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ റാങ്കിങ് വരുന്നു. കേട്ടില്ല. നമ്മള് ഗൂഗിളിനകത്ത് റാങ്കിങ് വരുന്നു, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. റാങ്കിങ് എന്താന്ന് മനസ്സിലായോ ജോയൽ? മനസ്സിലായി. അതായത് ഒന്ന് പറഞ്ഞേ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അതായത് ഞാൻ ചോദിക്കാം, കീവേഡ് എന്താണ്? കീവേഡ് നമ്മള് ഗൂഗിളിലോ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുന്ന, ഇപ്പൊ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് എന്നുള്ളതാണ് കീവേഡ്. അതായത് സെർച്ച് ചെയ്യുന്ന ടേമിനെയാണ് കീവേഡ് എന്ന് പറയാ. ഓക്കെ, ഇനി സെർച്ച് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന്റെ പേജിനെ നമ്മൾ എന്ത് പറയും? സെർച്ച് എഞ്ചിൻ റിസൾട്ട് സെർപ്പ് അല്ലേ? അല്ലേ, സെർപ്പ്. അപ്പൊ ഈ സെർപ്പ് എന്താണ്? സെർപ്പിന് ഒരു എക്സാമ്പിൾ പറയൂ. ആമസോൺ പോലെ ഇങ്ങനെയൊക്കെ നമ്മൾ സെർച്ച് അല്ലടാ, ചെയ്തതിന്റെ ഗൂഗിൾ. സെർപ്പിന്റെ എക്സാമ്പിൾ ആണ് ഗൂഗിൾ. ഓക്കെ, ഗൂഗിൾ, ഫയർഫോക്സ്, അങ്ങനത്തെ സംഭവങ്ങളില്ലേ? കിട്ടിയല്ലേ? ഇനി ഈ ഒരു കീവേഡ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ
മുകളിൽ ഒരു സ്പോൺസർഡ് റിസൾട്ട് എന്നും കണ്ടു, താഴെ 1 2 3 4 എന്നുള്ള റാങ്കിങ്ങും കണ്ടു. ഇതിൽ ഏതാണ് SEO? SEO ഈ റാങ്കിങ് ഉള്ളത് 1 2 3 എന്നുള്ളത്. 1 2 3 4 എന്നുള്ളതാണ് എന്ത് റാങ്കിങ് ഉള്ളത്. അതെ. മനസ്സിലായല്ലോ? മനസ്സിലായി. എടാ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഹലോ. Yes, ma'am. മനസ്സിലായില്ലേ? ആ ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നോക്കൂ SEO. കണ്ടോ? SEO എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഗൂഗിളിൽ ടോപ്പ് റാങ്ക് 1 2 3 4 5 എന്നുള്ള റാങ്ക് വരാൻ വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുന്ന പ്രോസസ് ആണ്. എവിടെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്? നമ്മുടെ വെബ്സൈറ്റില്. ഓക്കെ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിൾ ടോപ്പ് റാങ്കിൽ വരാൻ ഒപ്റ്റിമൈസ് ചെയ്യുന്ന പ്രോസസ് ആണ്. ഓക്കെ ആണല്ലോ? പിള്ളേരെ ഓക്കെ ആണോ? അതെ അതെ, ഓക്കെ. ഓക്കെ, ഇനി സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഞാൻ അവിടെ സ്പോൺസേർഡ് റിസൾട്ട് ഒന്ന് നോക്കി വെക്കാൻ പറഞ്ഞില്ലേ? അതെ. അതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ ഏറ്റവും ടോപ്പില് സ്പോൺസേർഡ് റിസൾട്ട് എന്ന് വരുന്ന റിസൾട്ട്, ഞാനൊരു ബെസ്റ്റ് ലാപ്ടോപ്പ് എന്ന് സെർച്ച് ചെയ്തു. ഇവിടെ ടോപ്പിൽ സ്പോൺസേർഡ് റിസൾട്ട് എന്ന് വരുന്നു. എന്തുകൊണ്ടാണ് സ്പോൺസേർഡ് റിസൾട്ട് എന്ന് വരുന്നത്? ഇവര് ഗൂഗിളിന് പേയ്മെന്റ് കൊടുത്തത് കൊണ്ട്, വലിയൊരു എമൗണ്ട് പേയ്മെന്റ് കൊടുത്തത് കൊണ്ടാണ് സ്പോൺസേർഡ് റിസൾട്ട് ആയിട്ട് കാണിക്കുന്നത്. കിട്ടിയോ? പൈസ കൊടുത്ത് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുക. എവിടെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്? ഗൂഗിളിൽ. പൈസ കൊടുത്ത് ഗൂഗിളിൽ ആഡ് ചെയ്യുന്നതിനെയാണ്, ഗൂഗിളിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുക. സെർച്ച് എഞ്ചിൻ എന്താ? ഗൂഗിൾ. ഗൂഗിളിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ പൈസ കൊടുത്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയാ. പൈസ കൊടുക്കാതെ നമ്മുടെ വെബ്സൈറ്റില് റാങ്കിങ്ങിലേക്ക് എത്തുന്നത്, ഇവിടെ പൈസ കൊടുക്കാതെ റാങ്കിങ്ങിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാ? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാ. കിട്ടിയോ? ഓക്കെ, നോക്കൂ. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് പെയ്ഡ് ആഡ്സ്, പേയ്മെന്റ് യൂസ് ചെയ്ത് ഗൂഗിൾ സെർച്ചിൽ വെബ്സൈറ്റ്, അവരുടെ ആമസോൺ എന്നുള്ളവരുടെ വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുക. ഇനി ഇതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ചാനൽസ് ആണ്. ഓക്കെ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SMM, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ ബിസിനസ് സർവീസസ് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, അതുപോലുള്ള സോഷ്യൽ മീഡിയകളിൽ ഒരു ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറയാം. കിട്ടിയോ? എടാ, ഈ 3 പോയിന്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി. ഇനി കണ്ടന്റ് മാർക്കറ്റിംഗ് നോക്കൂ. നമ്മളൊരു ബ്ലോഗ്, ആർട്ടിക്കിൾസ്, എന്തെങ്കിലും വീഡിയോ, അതുപോലത്തെ കണ്ടന്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. ഇപ്പൊ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കണ്ടന്റ് ഇടുന്നു, വൈറലാവുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായി. നമ്മുടെ പുതിയ എന്തെങ്കിലും ബ്ലോഗ്, എന്തെങ്കിലും വീഡിയോസ്, ആർട്ടിക്കിൾസ് ഒക്കെ പോലെയുള്ള കണ്ടന്റുകൾ യൂസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ വെച്ചോ. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കുറെ ഇൻഫർമേഷനുള്ള വീഡിയോസ് ഒക്കെ നമുക്കിപ്പോ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ തുരുതുരാന്ന് കാണുന്നുണ്ട് അല്ലേ? അപ്പൊ അവര് ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യാണ്? അവര് ഒരു കണ്ടന്റ് യൂസ് ചെയ്തിട്ട് അവരുടെ മാർക്കറ്റിംഗ് ചെയ്ത് അതിലൂടെ എന്താണ് അവർക്ക് കുറെ വർക്കുകൾ കിട്ടും. അതിനെയാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുക. ഇനി ഇമെയിൽ മാർക്കറ്റിംഗ് നോക്കൂ. ഇമെയിലുകൾ വഴി ഓഫേഴ്സ്, അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ കസ്റ്റമേഴ്സിനെ അയക്കുന്നതിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഓക്കെ. ഓക്കെ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നോക്കൂ.
ഇമെയിൽസ് വഴി ഓഫേഴ്സും അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് അയച്ചു കൊടുക്കുന്നതിനാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുക. അതിന് ടൂളുകളൊക്കെ ഉണ്ട്. അതായത് 1000 പേർക്ക് ഒരുമിച്ച് ഇമെയിൽ ഒക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ഒക്കെ ഉണ്ട്. മെയിൽ ചിമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ ഒരു 3 മാസത്തില്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നോക്കൂ, വേറൊരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മളൊരു കമ്മീഷൻ ഏൺ ചെയ്യുന്നത്. വേറൊരു പ്രോഡക്റ്റ് എന്താ, ഒരു ആമസോൺ അസോസിയേറ്റ്സ് നമ്മൾ ആമസോൺ എന്നൊരു പ്രോഡക്റ്റ് കണ്ടു, അത് നമ്മൾ സ്റ്റാറ്റസ് ഇടുവോ അഡ്വർടൈസ്മെന്റ് ഇടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കമ്മീഷൻ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാ. വേറൊരാളുടെ പ്രോഡക്റ്റിന് നമ്മൾ കൈകൊണ്ട് പോലും തൊടാണ്ട് വേറൊരാളുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്ത് അതിലൂടെ കമ്മീഷൻ കിട്ടുന്നതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാ. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നോക്കൂ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വഴി നമ്മുടെ ബ്രാൻഡ് ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ബ്ലോഗുകളും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും, കുറെ അഡ്വർടൈസ്മെന്റ് കുറെ പരസ്യം ചെയ്യും. എങ്ങനെ, വേറൊരു ബ്രാൻഡിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും. എങ്ങനെ പ്രൊമോട്ട് ചെയ്യും, പൈസ വാങ്ങിയിട്ട്. അപ്പൊ അതിലൂടെ ഒരു വലിയ ഓഡിയൻസിലേക്ക് എന്ത് ചെയ്യും, റീച്ച് ആവും. വലിയ ഓഡിയൻസിലേക്ക് എത്തിയിട്ട് അതിലൂടെ നമുക്ക് ബിസിനസ് വളർത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. പോപ്പുലർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ക്രെഡിബിലിറ്റി, ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ ഓഡിയൻസിന് ട്രസ്റ്റ് കൂടുതലാവും. അതുപോലെ റീച്ച്, ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോളോവേഴ്സ് വഴി ബ്രാൻഡിന് വലിയൊരു ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്. കിട്ടിയോ? ഇനി ഗൂഗിൾ അനലിറ്റിക്സ് നോക്കൂ. ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുറെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും വെബ്സൈറ്റും നമ്മളെല്ലാം ചെയ്തു വെച്ചു. ഇതിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ? ഇനി ആൾക്കാർ വന്നിട്ട് ഏത് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നത്, ഇവർ ഏത് പ്ലാറ്റ്ഫോം, ഫേസ്ബുക്ക് ആണോ ഇൻസ്റ്റാഗ്രാം ആണോ, ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് യൂസ് ചെയ്യാം. മനസ്സിലായോ? ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്, ഒരു ഫ്രീ ആയിട്ടുള്ള ഗൂഗിളിന്റെ ടൂളാണ്. എന്തിനു വേണ്ടി? ഈ ഗൂഗിൾ അനലിറ്റിക്സ് നമ്മുടെ വെബ്സൈറ്റിൽ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് എത്ര ട്രാഫിക് വന്നു, ഇവരുടെ യൂസർ ബിഹേവിയർ, അവിടെ നിന്നിട്ട് അവര് ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്തു, നമ്മുടെ വെബ്സൈറ്റിൽ അവർ എത്ര നേരം സ്പെൻഡ് ചെയ്തു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് GA ത്രൂ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹലോ. ഓക്കെ. ഇനി ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ടാഗ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡാണ്. അതായത് ഈ കോഡുകൾ യൂസ് ചെയ്തിട്ട് ഈ കോഡുകൾ നമുക്ക് വെബ്സൈറ്റിലൊക്കെ കൊണ്ടു കൊടുക്കാം. ഇതൊക്കെ നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നത് ട്രാക്കിംഗ് കോഡ്സ്, ടാഗ് ഒക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പോ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇനി നോക്കൂ, അബ്രിവേഷൻസ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അബ്രിവേഷൻസ് നോക്കൂ. SEO എന്താ? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്താന്ന് മനസ്സിലായല്ലോ? ഗൂഗിൾ റാങ്കിങ്ങില് പൈസയൊന്നും കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്ന പ്രോസസ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്താ? പേയ്മെന്റ് കൊടുത്ത് സ്പോൺസർഡ് റിസൾട്ടിൽ വരുന്നത്. ഓക്കെ. സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനാണ് SMM എന്ന് പറയാ. ഓക്കെ, ഒരു ക്ലിക്കിന് പേ പെർ ക്ലിക്ക്, ഒരു ക്ലിക്കിന് പൈസ കൊടുക്കുന്നതിനാണ് പേ പെർ ക്ലിക്ക് എന്ന് പറയുക. അതിന്റെ അബ്രിവേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പറയും പിന്നീട്. ഇനി ക്ലിക്ക് ത്രൂ റേറ്റ്, ഒരു 1000 പേരുണ്ടെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് കണക്കാക്കുന്നതിനാണ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുക. ഇനി കോസ്റ്റ് പെർ ക്ലിക്ക്, ഒരു ക്ലിക്കിന് കോസ്റ്റ് കൊടുക്കുന്നതിനാണ് കോസ്റ്റ് പെർ ക്ലിക്ക്. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മളൊരു കുറച്ച് പൈസ നമ്മൾ ആഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നതിനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക. ഇനി KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർഫോമൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് KPI യൂസ് ചെയ്യുക. KPI എന്താ? ഗൂഗിൾ അനലിറ്റിക്സ്. ഇനി കോൾ ടു ആക്ഷൻ, അതായത് നമ്മളൊരു ആഡ് ഇട്ടു, അതിലേക്ക് ആൾക്കാർ വാട്സപ്പിലേക്ക് ക്ലിക്ക് ചെയ്ത് വരുന്നതിനെയാണ്
കോൾ ടു ആക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും നേരം എടുത്ത ക്ലാസ്സുകളൊക്കെ മനസ്സിലായോ? മനസ്സിലായി. യെസ് മാം.